ഇന്നത്തെ രക്ഷാദൗത്യത്തിന്റെ നേതൃത്വം നൽകുന്നത് റിട്ടയർഡ് മേജർ ഇന്ദ്ര ബാലനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ ഷിരൂരിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം MLA-മാരായ സച്ചിൻ ദേവ്, ലിൻഡോ ജോസ് എന്നിവർ ഈ ഇന്നത്തെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മേജർ ഇന്ദ്രബാലനുമായി സംസാരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം നമുക്കൊപ്പം കൂടെ ചേരുന്നുണ്ട്. രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു വ്യക്തത അദ്ദേഹത്തിലൂടെ നമുക്ക് ലഭിക്കാൻ കഴിയും. ഏത് രീതിയിലായിരിക്കും ഇന്ന് ഈ രക്ഷാദൗത്യം ആരംഭിക്കുന്നത്? ലോറി ഓൾറെഡി ലൊക്കേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ലോറിയുടെ അപ്രോക്സിമേറ്റ് പൊസിഷൻ അവർ അസസ്മെന്റിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഗുഡ് പാർട്ടീസ് നമുക്ക് ഡിഫറെൻറ്റ് ഏജൻസീസും ഡിഫറെൻറ്റ് മെത്തേഡ് ഓഫ് അസസ്മെൻറ്റിൽ they have all come together to one place. That is a good part. കാരണം ഇപ്പോൾ നമ്മുടെ അവിടുത്തെ SP ഉണ്ട്. ഹി ഹാസ് ബീൻ ദ പേഴ്സൺ ഫ്രം ദ ബിഗിനിങ്. അപ്പോൾ അവർക്ക് ഫുൾ ഒരു ഐഡിയ ഉണ്ട് എങ്ങനെയാണ് ഈ സന്ദർഭം നടന്നതെന്ന്. അവരൊരു നല്ല അസസ്മെന്റ് നടത്തി. ദേ ഹാവ് ഓൾസോ മെയ്ഡ് യൂസ് ഓഫ് ISRO പിക്ചേഴ്സ് എക്സെട്ര. സോ ഹി ഈസ് ടേക്കൻ ലോട്ട് ഓഫ് ഇനിഷ്യേറ്റീവ് ടു ഡു ഓൾ ദിസ്. അതേപോലെ ഇപ്പോൾ നേവി വന്നിട്ട് അവർക്ക് ഡിഫ്യൂഷൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടും കറണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിട്ടും അവർ വാട്ടറിൽ ഇറങ്ങിയിട്ട് സൈഡ് വേസ് ലുക്കിംഗ് സോനാർ ഉപയോഗിച്ചിട്ട് ദേ ഹാവ് ഓൾസോ ഹോം ഡോൺ ടു എ സ്മോൾ ഏരിയ. അവിടെയാണ് ആവാൻ സാധ്യതയെന്ന്. അതേപോലെ ഈ CME-ന്ന് ഈ മാഗ്നറ്റോമീറ്റർ വന്നിട്ടുണ്ട്, കോളേജ് ഓഫ് മിലിറ്ററി എഞ്ചിനീയറിംഗ് പൂനെയിൽ. അവരും അതിനെ ഇറക്കിയിട്ട് അവരുടെ ഉപയോഗിച്ചിട്ട് ദേ ഹാവ് ഓൾസോ ഫൗണ്ട് ഒരു സ്ഥലത്താണ് അവരുടെ മാഗ്നറ്റിസം കൂടുതൽ കിട്ടുന്നത്, അതിൻ്റെ റിഫ്ലക്റ്റഡ് മാഗ്നറ്റിക് സിഗ്നൽസ്. അപ്പോൾ ഇത് 3 പേരും ഒരേ സ്ഥലത്താണ് ജനറലി കമ്മിങ് ടു ദാറ്റ്. അപ്പോൾ ആ ഇൻഫർമേഷൻ ഈസ് വെരി ക്രിട്ടിക്കൽ ഫോർ us ദാറ്റ് നമുക്ക് തുടങ്ങാനായിട്ടൊരു നല്ല സ്ഥലം കിട്ടി. ഇതില്ലെങ്കിൽ നമ്മൾ ഈ ഫുൾ റിവറിനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും, എവിടെയാണ് കിട്ടാൻ പോകുന്നത്, കിട്ടുന്ന വരെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും. ഓഫ് കോഴ്സ് ഒരു പ്ലാനിങ് ഡെഫിനറ്റ്ലി ചെയ്യും. അപ്പോൾ ഇത് കാരണം ഇവിടെ നമുക്ക് കുറച്ച് ടൈം സേവ് ആവുന്നുണ്ട് നന്നായിട്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഐഡൻറ്റിഫൈ ഈ 2 സ്പോട്ട് പറഞ്ഞിട്ടില്ല, ആ 2 സ്പോട്ടിൽ ഏതാണ് ബിഗർ സ്പോട്ട്, സ്മോളർ സ്പോട്ട്, ഏതാണ് ആക്ച്വലായ ട്രക്കിന് ചാവാൻ ചാൻസ്, പിന്നെ അത് വേറെ ക്യാബിൻ വേറെയാണോ ട്രക്ക് വേറെയാണോ അതൊരു ഐഡിയ കിട്ടും. കാരണം നമ്മുടെ എയിമാണ് ക്യാബിൻ. ഇപ്പോൾ ട്രക്ക് നമുക്ക് പിന്നെയും റിക്കവർ ചെയ്താൽ മതി, പക്ഷേ ക്യാബിന് നമുക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്യണം. അതിനെന്താ ചെയ്യാൻ നോക്കണം. അത് ദാറ്റ് ഈസ് വാട്ട് വി ആർ അറ്റംപ്റ്റിംഗ് നൗ. ആൻഡ് പിന്നെ ഡെപ്ത് എത്രയാണ് അത് അറിയണം. അപ്പോൾ ഈ ഡൈവേഴ്സിനായാലും അതിനെ നമുക്ക് ടോ ചെയ്തെടുക്കാനും നമുക്ക് ഡെപ്ത് അറിഞ്ഞില്ലെങ്കിൽ പ്ലാനിങ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബെഡ് പ്രൊഫൈൽ എങ്ങനത്തെയാണ് അത് അറിഞ്ഞാൽ ഈ റിവർ ട്രെയിനിങ് നടത്തുകയാണെങ്കിലും ഡ്രജിങ് നടത്തുകയാണെങ്കിലും അതിന് നമുക്കൊരു ഐഡിയ കൊടുക്കാൻ പറ്റും. സോ ഇതിനൊക്കെയായിട്ട് ഇത് ഓൾ ദിസ് ക്രിട്ടിക്കൽ ഇൻഫർമേഷൻ ഈസ് വാട്ട് നമ്മൾ ഇപ്പോൾ ഈ യന്ത്രം വെച്ചിട്ട് എടുക്കാൻ പോകുന്നത്. സർ, ഇത് കുറേ ദിവസമായി ആളുകൾ ഇങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്നതാണ് മലയാളികൾ. അപ്പോൾ ഏത് രീതിയിലുള്ള സാങ്കേതിക വിദ്യയാണ് ഇന്ന് ഉപയോഗിക്കുന്നത്? സ്വാഭാവികമായി എല്ലാവരും കഴിഞ്ഞ ദിവസം തുടക്കം തൊട്ട് മെറ്റൽ ഡിറ്റക്ടർ, റഡാർ സംവിധാനം അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഏത് രീതിയിലുള്ള സാങ്കേതിക വിദ്യയാണ് ഇന്നത്തെ രക്ഷാദൗത്യത്തിന് താങ്കളുടെ നേതൃത്വത്തിലുള്ള സാങ്കേതിക വിദ്യ പറഞ്ഞാൽ മനസ്സിലായി എനിക്ക് എന്താ ടെക്നോളജി. ഓക്കെ, നമുക്ക് ഈ ടെക്നോളജി ആക്ച്വലി റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതിന് സെക്യൂരിറ്റി ഫോഴ്സസിന് വേണ്ടിയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ബേസിക്കലി ടെക്നോളജി ഉപയോഗിക്കാൻ പോകുന്നത് ബോർഡർ ഏരിയാസിലും കൗണ്ടർ ഇൻസിഡൻസ് ഓപ്പറേഷൻസും. കാരണം അവിടെ ഒരുപാട് IEDs ഉണ്ട്. ഈ IEDs ബ്ലാസ്റ്റ് ആയിട്ട് നമ്മുടെ കുറേ കാഷ്വാലിറ്റീസ് ആവുന്നുണ്ട്. യു ആർ ഹിയറിംഗ് ഇൻ ദ ന്യൂസ് എക്സെട്ര. അപ്പോൾ ഈ IEDsനെ ബ്ലാസ്റ്റ് ആവുന്ന മുമ്പേ അത് ഐഡൻറ്റിഫൈ ചെയ്ത് നമുക്ക് കൊടുത്താൽ റോഡ് ഓപ്പണിംഗ് പാർട്ടീസ് പോകുമ്പോൾ ഇപ്പോൾ യു ഹേർഡ് ഓഫ് പാരാമിലിറ്ററി ഫോഴ്സസ് 30-40 പീപ്പിൾ ഡൈഡ്. അപ്പോൾ നമുക്ക് അഡ്വാൻസ്ലി ഇത് പിടിച്ചിട്ട് അവർക്ക് അഡ്വാൻസ് വാർണിംഗ് കൊടുക്കാൻ ഇവിടെ ID അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ മെയിൻ തിങ്. അതേപോലെ മിലിറ്ററിക്ക് മൈൻഡ് ഫീൽഡിനെ ബ്രീച്ചിങ് ചെയ്യാനും മൈൻഡ് ഫീൽഡ് ഡിറ്റക്ഷൻ ചെയ്യാനായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ടണൽസ്, അണ്ടർഗ്രൗണ്ട് ടണൽസ്, ആംസ് കാഷേഴ്സ് അത് പിടിക്കാനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതൊരു നമ്മളിങ്ങനെ കേട്ടിയപ്പോൾ ഐ വാസ് ഇൻ പാലക്കാട് ബൈ ചാൻസ്. നമ്മുടെ ഗ്രാൻഡ് മദറിൻ്റെ 104th ഇയർ ബർത്ത്ഡേ ആയിരുന്നു. അതിനാണ് അവിടെ വന്നത്. പക്ഷെ അവിടെ അവരുടെയൊക്കെ അനുഗ്രഹം എടുത്തിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഹോപ്പ്ഫുള്ളി ദിസ് ടെക്നോളജിയിൽ വി ഹാവ് സം അഡ്വാൻറ്റേജസ് ഇൻ ദ സെൻസ് ദാറ്റ് ഈ RF സിഗ്നൽ ഓഗ്മെൻറ്റേഷൻ ആയ കാരണം നമുക്ക് ഡെപ്ത് കുറച്ചുകൂടെ കിട്ടുന്നുണ്ട്. പിന്നെ our own proprietary software, interpretation software ഒക്കെ ഉണ്ട്. കാരണം നമ്മുടെ ഇൻ്റർപ്രിട്ടേഷൻ ഈസ് സ്ലൈറ്റ്ലി ബെറ്റർ. അത് ആ കോൺഫിഡൻസ് വെച്ചിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ എക്വിപ്മെൻറ്റ് ഇതിൻ ഫൈനൽ ട്രയൽ സ്റ്റേജസ്. ഇതിനെ കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റായിട്ട് ഇറക്കിയിട്ടില്ല. ഇങ്ങനെ നമ്മൾ ഒരുപാട് ട്രയൽസ് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാ ബാങ്ക് കൂടുണ്ട്. പ്ലസ് വി ഓൾസോ ലേൺ ഹൗ ടു ഡു തിങ്സ് ബെറ്റർ. ആ ലേൺ സ്റ്റേജിട്ടൊരു വളരെ നല്ല കോൺഫിഡൻസ് വരുമ്പോൾ നമ്മൾ ആർമിക്കോ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതും സൈമിൾട്ടേനിയസ്ലി അതിനാണ് ഞാനും വന്നിരിക്കുന്നത്, ടു അണ്ടർസ്റ്റാൻഡ് ദി ചാലഞ്ചസ്. പിന്നെ ഇതിനെ എങ്ങനെയും കുറച്ചുകൂടെ സുപ്പീരിയർ ആക്കാൻ പറ്റും. ഓൾ ദാറ്റ് ഈസ് സൈമിൾട്ടേനിയസ്ലി ഗോയിങ് ഓൺ. കാലാവസ്ഥ ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ടോ?
മഴ വിൽ ബി എ ചാലഞ്ച്. ഇപ്പോൾ ഈ കാറ്റ് ഇത് കുറച്ച് കൂടുണ്ട്. ദിസ് ഈസ് അബൌട്ട് 6-7 knots ഓഫ് വിൻഡ്. ഇത് മാനേജബിൾ ആണ്. പക്ഷേ ഈ വിൻഡ് പോയിട്ട് ഒരു 20 knots ഒക്കെ ആയി കഴിഞ്ഞാൽ ഡ്രോൺ ഇങ്ങനെ പറക്കുമ്പോൾ ഇപ്പോൾ കൈറ്റ് പറക്കില്ല, അതുപോലെ ഇങ്ങനെ പോകാൻ പോകും. വിൽ നോട്ട് ഗെറ്റ് കൺട്രോൾ. സോ വി ആർ ഹോപ്പിംഗ് ദാറ്റ് ദ വിൻഡ് ഡസ് നോട്ട് ഗോ ബിയോണ്ട് 12-15 knots. അതേപോലെ മഴ ഒരു ഡ്രിസിലാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ബട്ട് ഓറഞ്ച് അലേർട്ടിൽ മഴ ക്യാൻ ബി അപ് ടു 50-60 centimeters ഒക്കെ മഴ ആണെങ്കിൽ ഇറ്റ്സ് ഗോൺ ടു ബി ക്വൈറ്റ് എ ചാലഞ്ചിങ് ജോബ്. സോ വിൽ സി. ഏറ്റവും ലിമിറ്റിൽ കൊണ്ടുപോയിട്ട് ഈ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യാൻ പറ്റും അതിന് പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് ടീംസൊക്കെ അഡ്വാൻസ് ഇവിടെ പോയിരിക്കുന്നത്. ആർമിയുടെ നല്ല സപ്പോർട്ട് ഉണ്ട്. ദേ ആർ ഹെൽപ്പിംഗ് us എസ്റ്റാബ്ലിഷ് എ പ്രോപ്പർ ഗ്രൗണ്ട് സ്റ്റേഷൻ. പിന്നെ അവർ തന്നെ നമുക്ക് ബോട്ടും തരാൻ പറഞ്ഞിട്ടുണ്ട് ടു ഗോ ഓൺ ദ ഗ്രൗണ്ട്, അവിടെ നിന്നും കൺട്രോൾ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാം കോണ്ടിൻജൻസിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷാദൗത്യത്തിന് ഇറങ്ങുമ്പോൾ എത്ര സമയമെടുക്കും നമ്മൾ ചോദിക്കുന്നത് ശരിയല്ല. പക്ഷെ എന്നാലും കേരളം മുഴുവൻ ആകാംക്ഷയോടെ നോക്കുന്നത് കൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് തന്നെ ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ, അനുകൂല കാലാവസ്ഥ കൂടി ഉണ്ടെങ്കിൽ? നമ്മുടെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി ഡിറ്റക്ഷനാണ്, ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മൾ അതിനാണ് വന്നിറക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് റെസ്ക്യൂ എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് സിവിൽ അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഡിസിഷൻ എടുക്കേണ്ടത്. പക്ഷേ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് വിൽ ഡെഫിനറ്റ്ലി അഡ്വൈസ് ദം അതിന് ഏറ്റവും ഫാസ്റ്റായിട്ട് സേഫായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും അണ്ടർ ദി കറന്റ് കണ്ടീഷൻ. ആ അഡ്വൈസ് നമ്മൾ അവർക്ക് കൊടുക്കും. സാർ, ഈ കൂടുതൽ നൂതനമായ ഒരു സംവിധാനവുമായാണ് സാർ ഇവിടെ നിൽക്കുന്നത്. മലയാളികൾ ആകാംക്ഷയോടെ നിൽക്കുന്നു, ഒരു പ്രതീക്ഷയോടെ നിൽക്കുന്നു. ഇത് ഇന്ന് 10ാം ദിവസമാണ്. കുറച്ചുകൂടി നേരത്തെ ഇതാവാമായിരുന്നില്ല എന്നൊരു ചോദ്യം എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അത് അർജുൻ്റെ നമ്മുടെ നമ്മുടെ മനസ്സ് നോക്കുമ്പോൾ അർജുൻ്റെ വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി എനിക്കും അങ്ങനെയൊന്നുണ്ട്. കുറച്ച് നേരത്തെ വന്നതാണെങ്കിൽ വി കുഡ് ഹാവ് ഡെഫിനറ്റ്ലി സപ്പോർട്ടഡ്. പക്ഷേ എല്ലാറ്റിനും ഒരു ഡിസിഷൻ എടുക്കാൻ നമ്മൾ തന്നെ അറിഞ്ഞത് കുറേ കഴിഞ്ഞിട്ടാണ് അല്ലേ. ബിക്കോസ് ഐ വാസ് ട്രാവലിംഗ് എ ലോട്ട്. ഇപ്പോൾ ഇത് കേട്ടതും ഞങ്ങൾ ഓടി വന്നു. അതും ഞങ്ങൾ എങ്ങനെ കേട്ട് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ആർമിയിൽ നിന്ന് കിട്ടി. ഇങ്ങനെ ദേ ആർ ലുക്കിംഗ് ഫോർ സം സ്പെഷ്യൽ ഡിറ്റക്ഷൻ എക്വിപ്മെൻറ്റ്. ഡ്യൂ ഹാവ് ഇങ്ങനെ കേബിലിറ്റി നിങ്ങളൊരു ട്രയൽ ചെയ്തു എന്ന് കേട്ടു. ക്യാൻ യു ഹെൽപ്പ്? അങ്ങനെയാണ് വന്നത്. അത് വന്നതും ഇമ്മീഡിയറ്റ്ലി ഐ ട്രൈ ടു കോൺടാക്ട് പീപ്പിൾ. നമുക്ക് അറിയുന്ന ആൾക്കാരെയൊക്കെ അറിയിച്ചു, കുറച്ച് പ്രസ്സിനെയും അറിയിച്ചു. ഇങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്, വിളിച്ചാൽ ഡെഫിനറ്റ്ലി വിൽ കം എന്ന്. അപ്പോൾ മിനിമം ടൈം ഒരു എടുക്കുമല്ലോ അഡ്മിനിസ്ട്രേഷൻ്റെ ഡിസിഷനൊക്കെ എടുക്കാനായിട്ട്. പിന്നെ ഓൾറെഡി ആൾക്കാർ ഡിപ്ലോയ് ആയി ചെയ്യുമ്പോൾ ആർമിയും നേവി യൂഷ്വലി ദേ വിൽ നോട്ട് കോൾ പീപ്പിൾ ഫ്രം ഔട്ട്സൈഡ്. അത് ഇറ്റ് ഈസ് നാച്ചുറൽ. പിന്നെ അവർ കുറച്ച് നോക്കിയിട്ട് വെൻ ദേ സീ ദാറ്റ് വി നീഡ് മോർ സപ്പോർട്ട് അപ്പോഴേ അവർ വിളിക്കുള്ളൂ. സോ ഐ തിങ്ക് ഡെഫിനറ്റ്ലി നേരത്തെ വന്നതാണെങ്കിൽ പോസിബിളി ഇപ്പോൾ നമ്മൾ ബിഗിനിങ്ങിൽ തന്നെ ഡിപ്ലോയ് ആയി എന്ന് വിചാരിച്ചുള്ളൂ, ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ. അപ്പോൾ വി അലോൺ വുഡ് ഹാവ് ഡൺ ദി എൻറ്റയർ ഷോപ്പിംഗ്. എവിടെയാണ് ട്രക്ക് എന്ന് വിത്തിൻ 1 or 2 days വി കുഡ് ഹാവ് ഗിവൻ. ഇപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ ആണെങ്കിൽ വി കുഡ് ഹാവ് ഡൺ ദാറ്റ്. ആ കേപ്പബിലിറ്റി നമുക്ക് ഉള്ള കാരണമാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. സോ ദാറ്റ് ടൈം ഡെഫിനറ്റ്ലി കുഡ് ഹാവ് ബീൻ സേവ്ഡ്. ബട്ട് ദാറ്റ് ഇസ് എ ഹൈപ്പോത്തറ്റിക്കൽ തിങ്. എന്തുകൊണ്ടോ ഒരു ഡിലേ ഉണ്ടായി. പക്ഷേ ഈ നിമിഷമെങ്കിലും നമുക്ക് പ്രതീക്ഷയോടെ റെസ്ക്യൂവിലേക്ക് പോകാം. പ്രസന്റ്ലി അതാണ്. ഡിലേ എന്ന് പറയാൻ പറ്റില്ല. ബട്ട് നൗ ലെറ്റ് us see how fast we can do and what best we can do. താങ്ക് യു. എന്തായാലും സാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആണ് കേരളം ആകാംക്ഷയോട് കൂടി നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.